ടു വില്ലേജ് നമ്മൾ ചെയ്ത നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നൊരു പാറ്റേൺ ആട്ടോ. ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ എപ്പോഴും കളറും ആ ഒരു വർക്കും ഒക്കെ കുറച്ച് ഡിഫറൻസിലാണ് ചെയ്തേക്കുന്നത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷിമ്മർ നെറ്റ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഫാബ്രിക് ആട്ടോ. ഇതുപോലത്തെ ഒരുപാട് കട്ടിയുള്ള സൈസ് അല്ല, പക്ഷേ ആ ഒരു ചെറിയ ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്. കാണാൻ നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ. ഡെയിലി ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ ഇതിൽ വേറെ എക്സ്ട്രാ വലിയ വർക്കല്ല, ഈ സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരത്തില്ലേ, ആ ഒരു പാറ്റേണിലുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് കാണാൻ നല്ല ആട്ടോ. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ കളർ ചാർട്ട്, ഇതിൻ്റെ എല്ലാ കളർ ചാർട്ടും നല്ല, ഈ ഒരു മെറ്റീരിയലിൽ മൊത്തത്തിൽ കളറുകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പിടിക്കും കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യം കൊണ്ടുവരുന്ന കളേഴ്സിന് അത്രയും ചോദ്യമുണ്ട്. അപ്പോൾ ഇത് അടുത്ത കളർ ചാർട്ടാട്ടോ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ്റെ ഷെയ്ഡ്. ഇതാണ് ഡിസൈൻ മെറ്റീരിയൽ വരുന്നത്. ആ ഒരു നെറ്റിൻ്റെ ഫീലാണ്, പക്ഷേ അങ്ങനെ മെറ്റീരിയൽ ഡാമേജ് ഒന്നും ആവില്ല കേട്ടോ. ഡെയിലി യൂസർക്ക് നല്ല ഐറ്റം തന്നെയാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കിൻ്റെ സെയിം കളർ. പിന്നെ നമ്പർ T604, റേറ്റ് 590 മാത്രമേ ഉള്ളൂ, 590. അടുത്തത് ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഇതൊരു കുറച്ച് ഗോൾഡൻ യെല്ലോ ആട്ടോ. ഇതിൻ്റെ അത് കാണുമ്പോൾ എനിക്കൊന്ന് ലെമൺ യെല്ലോ ആയിട്ടാണ് തോന്നുന്നത്. കുറച്ച് ഗോൾഡൻ യെല്ലോ ആണ്. നിങ്ങളത് കാണുന്നേക്കാളും കുറച്ച് ഡാർക്കായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. പക്ഷെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ. ഇതിൻ്റെ അതും ഫ്രണ്ട് പോർഷനിൽ ഇത് ഒത്തിരി അങ്ങനെ സിൽവർ കളറല്ല. നോർമലി ഇങ്ങനത്തെ സ്റ്റോൺസ് വരുന്ന സിൽവർ അല്ല, ഇതങ്ങനെ സിൽവർ അല്ല, ഒരു ഗോൾഡൻ ഫിനിഷിൽ തന്നെയുള്ള സ്റ്റോൺസ് ആണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞൊന്നും പോകത്തില്ല. പെട്ടെന്ന് അങ്ങനെ നോർമൽ വാഷിലൊന്നും അങ്ങനെ പോകത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ടിരുന്നൊക്കെ പറിച്ചെടുത്താൽ മാത്രമേ പോകുള്ളൂ, അല്ലാതെ പോകുന്നില്ല കേട്ടോ. പിന്നെ ദുപ്പട്ടയ്ക്ക് അത് വേറെ വർക്കിൻ്റെ കാര്യമില്ല. സെയിം ആ മെറ്റീരിയൽ തന്നെ ചെറിയൊരു ഗ്ലേസിംഗ് ഉണ്ട്. വേറെ വർക്ക് കാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആവറേജ് ലെങ്ത് എന്തായാലും കിട്ടും. 47 ഒക്കെ ലെങ്ത് എന്തായാലും ഉണ്ട്. ഇതിൻ്റെ ബോട്ടം വരുന്ന ആ ഒരു ലൈറ്റ് യെല്ലോയുടെ ഷെയ്ഡ്. നമ്പർ T605, റേറ്റ് 590. നല്ല പിങ്കിൻ്റെ ഷെയ്ഡാട്ടോ. ഇതിനകത്തെ കളേഴ്സിനൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാണുന്നേക്കാൾ നേരിട്ട് കാണാൻ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് കുറച്ചൊരു പീച്ച് പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. പീച്ച് അല്ല, നല്ല പിങ്കിൻ്റെ, നല്ല കുറച്ച് ഡാർക്ക് ഒരു പിങ്കിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഒരു ലൈറ്റ് ഗോൾഡൻ്റെ ഒരു സ്റ്റോൺസ് ആട്ടോ സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. സ്റ്റോണായിട്ട് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ലിക്വിഡ് ടൈപ്പ് ഒരു ഐറ്റമാണ്. സ്റ്റോൺ എന്ന് പറയാൻ അങ്ങനെ തിളക്കമൊന്നുമില്ല കേട്ടോ, പക്ഷേ രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് ആ ഒരു മെറ്റീരിയലിൽ തന്നെ ഒരു ഒരു ഡിസൈനും ഈ ലൈൻ പോലെ പോയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ കുറച്ച് ഗ്ലേസിങ്ങും ഉണ്ട്. മെറ്റീരിയൽ വാഷ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് T602, റേറ്റ് 590. നമുക്ക് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം. അതിലും സെയിം തന്നെ ഡിസൈനായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കളറിലോട്ട് നമുക്കൊരു സിൽവർ ഫീൽ വരും, പക്ഷേ ശരിക്കും പറഞ്ഞാൽ സിൽവർ അല്ല, കളർ ചെറിയൊരു ഗോൾഡൻ ടച്ചുള്ള സൈസ് ഒരു കളറാട്ടോ ഇല്ലാതെ കൊടുത്തേക്കുന്ന സ്റ്റോൺ. ഇത് ദുപ്പട്ട ഇതുപോലെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ. അപ്പോൾ ഈ ഒരു മോഡലിനൊക്കെ ലൈനിങ് കറക്റ്റ് കളറായിട്ട് കിട്ടണമെങ്കിൽ ഇല്ലെങ്കിൽ ഇത് തന്നെ ലൈനിങ് ആക്കിയിട്ട് ബോട്ടം വൈറ്റ് കൊടുത്താലും നല്ലതാണ്, അല്ലെങ്കിൽ കുറച്ചൊരു ലൈറ്റ് ഡാർക്കർ ആയിട്ടുള്ള ബോട്ടം കൊടുത്താലും കുഴപ്പമില്ല. ലൈനിങ് ഇങ്ങനത്തെ സാറ്റൻ പോലത്തെ തന്നെ ഇടുന്ന കേട്ടോ നല്ലത്. കോട്ടണേക്കാളും ഇങ്ങനത്തെ ഈ ഒരു ഒത്തിരി കട്ടി വരുന്ന സൈസ് അല്ലല്ലോ. അപ്പോൾ സാറ്റനോ ക്രേപ്പോ പോലത്തെ ലൈനിങ് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ നമ്പർ T603, റേറ്റ് 590, 590.